iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The most suitable underpinning method for confined spaces and poor soil condition is. അപ്പം അണ്ടർപിന്നിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. മാസ് കോൺക്രീറ്റ് അണ്ടർപിന്നിങ്, മൈക്രോപൈൽ അണ്ടർപിന്നിങ്, നീഡിൽ ബീം മെത്തേഡ്, ടിമ്പർ ഷോറിങ്. അപ്പം ആദ്യം തന്നെ അണ്ടർപിന്നിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനകത്തേക്ക് ഒരു പുതിയ ഫൗണ്ടേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അണ്ടർപിന്നിങ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസിൽ, അതുപോലെ സോയിൽ കണ്ടീഷൻ ഭയങ്കര വീക്ക് ആണെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കേസസിൽ നമ്മൾ ഏത് അണ്ടർപിന്നിങ് മെത്തേഡാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: മാസ് കോൺക്രീറ്റ് അണ്ടർപിന്നിങ് ഉണ്ട്, മൈക്രോപൈൽ അണ്ടർപിന്നിങ് ഉണ്ട്, നീഡിൽ ബീം മെത്തേഡ് ഉണ്ട്, ടിമ്പർ ഷോറിങ് ഉണ്ട്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ഡി അല്ല, ടിമ്പർ ഷോറിങ് ആണ്. അപ്പോൾ അതല്ലെന്ന് മനസ്സിലായി. ഈ മൂന്ന് ഓപ്ഷൻസിനകത്ത് മൈക്രോപൈൽ അണ്ടർപിന്നിങ് ആണ് നമ്മൾ കൺഫൈൻഡ് സ്പേസസ്, പുവർ സോയിൽ കണ്ടീഷൻ, അതുപോലെ നമ്മുടെ ക്ലേ സോയിലിനകത്ത് അല്ലെങ്കിൽ വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ, ഇതിലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അണ്ടർപിന്നിങ് എന്ന് പറയുന്ന ഏതാണ്? മൈക്രോപൈൽ അണ്ടർപിന്നിങ് ആണ്. ഓക്കെ. Next question: a bond consisting of heading and stretching courses so arranged that one heading course comes after several stretching courses is called. അപ്പം ബ്രിക്ക് മേസണറിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓപ്ഷൻ എ ഫേസിംഗ് ബോണ്ട്, ഓപ്ഷൻ ബി റേക്കിംഗ് ബോണ്ട്, ഓപ്ഷൻ സി ഡച്ച് ബോണ്ട്, ഓപ്ഷൻ ഡി ഹെഡിങ് ബോണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഒരു ഹെഡിങ് കോഴ്സ്, അതിനുശേഷം സെവറൽ സ്ട്രെച്ചിങ് കോഴ്സ് വരുന്നു, പിന്നെയും ഹെഡിങ് കോഴ്സ്, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഫേസിംഗ് ബോണ്ടാണ്. അപ്പം നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോണ്ടുകളുണ്ട് അല്ലേ. ഇംഗ്ലീഷ് ബോണ്ടുണ്ട്, ഫ്ലെമിഷ് ബോണ്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും. ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്? ഇംഗ്ലീഷ് ബോണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോഴ്സ് ഫുൾ ഹെഡർ കൊടുക്കുന്നു, അടുത്ത കോഴ്സിനകത്ത് സ്ട്രെച്ചർ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ്. എന്നാൽ അപ്പിയറൻസ് വൈസ് കുറച്ചും കൂടെ നല്ല ബോണ്ട് ഏതാണ്? ഫ്ലെമിഷ് ബോണ്ടാണ്. അപ്പം ഇംഗ്ലീഷ് ബോണ്ട് വേറെ രീതിയിലും പറയാൻ പറ്റും. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഹെഡേഴ്സ് എന്ന് പറയുന്നത് സെൻട്രലി സ്ട്രെച്ചേഴ്സിന് മുകളിൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ബോണ്ട് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഇംഗ്ലീഷ് ബോണ്ട് തന്നെയാണ്. അതേസമയം എല്ലാ ഹെഡേഴ്സും സെൻട്രലി സ്ട്രെച്ചേഴ്സിന് മുകളിലാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ബോണ്ടാണ്? ഫ്ലെമിഷ് ബോണ്ടാണ്. ഫ്ലെമിഷ് ബോണ്ട് എന്താണ്? ജനറലി നമ്മൾ പറയുന്ന ഫ്ലെമിഷ് ബോണ്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും വരുന്നതിനെയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ്. കോമൺലി യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. കാരണം അതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു ടൈപ്പാണ്. കാരണം ഒരു കോഴ്സിൽ തന്നെ എല്ലാ ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും കൊടുത്തേക്കുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സസിൽ ഹെഡേഴ്സിൻ്റെയും സ്ട്രെച്ചേഴ്സിൻ്റെയും കോഴ്സസ് ആണ് വരുന്നത്. അതിൽ തന്നെ ഹെഡിങ് കോഴ്സ് വന്നതിന് ശേഷം കുറച്ചധികം സ്ട്രെച്ചിങ് കോഴ്സസ് വരുന്നു, പിന്നെയും ഹെഡിങ് കോഴ്സസ് വരുന്നു. ആ കേസാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഫേസിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ബാക്കി ബോണ്ടുകളൂടെ നമുക്ക് നോക്കാം. റേക്കിംഗ് ബോണ്ട് ഉണ്ട്. റേക്കിംഗ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രിക്സിനെ ഒരു ഇൻക്ലിനേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ റേക്കിംഗ് ബോണ്ട് തന്നെ മൂന്നായിട്ട് പറയാൻ പറ്റും. 3 ടൈപ്പ് ഉണ്ട്. ഹെയറിംഗ് ബോണ്ട് ഉണ്ട്, ഡയഗണൽ ബോണ്ട് ഉണ്ട്, സിക്സാക് ബോണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻക്ലിനേഷൻസിൻ്റെ വേരിയേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റേക്കിംഗ് ബോണ്ടിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഹെയറിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്സിനെ സെൻട്രലി 2 എൻഡിലേക്കും ഒരു 45 ഡിഗ്രി ഡയഗണലായിട്ട് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെയറിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സെൻട്രലി നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇങ്ങനെയാണ് നമ്മുടെ ബ്രിക്കുകൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെയറിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു 4 ബ്രിക്ക് തിക്നെസ്സിലൊക്കെ കൂടുതൽ നമുക്ക് വേണം എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ ഹെയറിംഗ് ബോണ്ടാണ്. ഓക്കെ. രണ്ടാമത്തെയാണ്
റേക്കിംഗ് ബോണ്ടിന്റെ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെയാണ് ഡയഗണൽ ബോണ്ട്. ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻഡ് ടു എൻഡ് ആയിട്ട് ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വോൾ ഇങ്ങനെയാണ് നമ്മുടെ വോൾ വരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതേസമയം അതിൻ്റെ സെൻട്രലിൽ നിന്നും ഇങ്ങനെ ബ്രിക്സിനെ നമ്മൾ ലേ ചെയ്തപ്പം അത് ഹെറിംഗ് ബോൺ ബോണ്ടാണ്. പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ വോൾ വന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇൻക്ലിനേഷനിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമ്മൾ ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡയഗണൽ ബോണ്ട് എന്ന് പറയുന്നത്. ഒരു 2 to 4 ബ്രിക്ക് തിക്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഡയഗണൽ ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് സിക്സാഗ് ബോണ്ട്. ഏതാണ്ട് ഹെറിംഗ് ബോൺ ബോണ്ടിന്റെ പോലെ തന്നെയാണ് സിക്സാഗ് ബോണ്ട് വരുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ബ്രിക്സ് അറേഞ്ച് ചെയ്യുന്നത് ഒരു സിക്സാഗ് മാനറിലായിരിക്കും. അതാണ് വ്യത്യാസം. അതാണ് നമ്മുടെ രണ്ടാമത്തെ റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തത് ഡച്ച് ബോണ്ടാണ്. ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത് മോഡിഫൈഡ് ഇംഗ്ലീഷ് ബോണ്ടാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോഴ്സ് ഓഫ് ഹെഡർ പ്രൊവൈഡ് ചെയ്യുന്നു, അടുത്ത കോഴ്സ് ഓഫ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ കൊടുക്കുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്. അതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഹെഡിങ് ബോണ്ട് എന്താണ്? ഹെഡേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ കോഴ്സിലും എന്തായിരിക്കും? ഹെഡേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഹെഡിങ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ലെങ്ത് ഓഫ് ദ ബ്രിക്ക് വരുന്നതെങ്കിൽ അതിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വോളിന് പാരലായിട്ടാണ് ഒരു ബ്രിക്കിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ അതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഒരു കോഴ്സിൽ ഫുള്ള് ഹെഡേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹെഡർ ബോണ്ട് എന്ന് പറയാൻ പറ്റും. സ്ട്രെച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ട്രെച്ചിങ് കോഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഫേസിംഗ് ബോണ്ടാണ്. അതായത് എന്താണ്, ഒരു കോഴ്സ് ഓഫ് ഹെഡർ വന്നതിന് ശേഷം സെവറൽ സ്ട്രക്ചർ കോഴ്സസിന് ശേഷം അടുത്ത ഹെഡർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫേസിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പിയറൻസ് വൈസ് ഏറ്റവും നല്ലത് ഏതാണ്? ഫ്ലെമിഷ് ബോണ്ടാണ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In raking shoring, the inclination of the raker is generally options 30 degree to 45 degree with the horizontal, 45 degree to 75 degree with the vertical, 60 degree to 75 degree with the horizontal, 45 degree to 75 degree with the horizontal. അപ്പം ഷോറിങ്ങിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അണ്ടർപിന്നിങ് പറഞ്ഞു, അതുപോലെ വരുന്നൊരു ടോപ്പിക്കാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് റേക്കിംഗ് ഷോറിങ്ങിനകത്ത് റേക്കേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോറിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഷോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് കൊടുക്കുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സപ്പോർട്ടിനെ പറയുന്ന പേരാണ് ഷോറിംഗ്. അപ്പോൾ ടെമ്പററി സപ്പോർട്ടാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അണ്ടർപിന്നിങ്. മാറിപ്പോരുത്, ഷോറിങ്ങും അണ്ടർപിന്നിങ്ങും ആൻസർ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഷോറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെമ്പററി സപ്പോർട്ടാണ്. ഓക്കെ, ഷോറിംഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സപ്പോർട്ടാണ്. ഈ എന്താണ് ഷോറിംഗ് തന്നെ 3 ടൈപ്പ് ഓഫ് ഷോറിംഗ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്താണ്? ഇൻക്ലൈൻഡ് ഷോറിംഗ് ഉണ്ട്. ഓക്കെ, ഇൻക്ലൈൻഡ് ഷോറിംഗ് ഉണ്ട്. ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ റേക്കിംഗ് ഷോറിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷോറിംഗ് ഉണ്ട്. മൂന്നാമത്തത് വേർട്ടിക്കൽ ആയിട്ടുള്ള ഷോറിംഗ് ഉണ്ട്. അപ്പം ഇതിൻ്റെ 3 ടൈപ്പ് ഓഫ് ഷോറിംഗ് ആണുള്ളത്. ഇൻക്ലൈൻഡ് ഷോറിംഗ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഷോറിംഗ് ഉണ്ട്, വെർട്ടിക്കൽ ഷോറിംഗ് ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെയും അതർ നെയിംസും പഠിച്ചു വയ്ക്കുക. ഇൻക്ലൈൻഡ് ഷോറിങ്ങിനെ റേക്കിംഗ് ഷോറിംഗ് എന്ന് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ ഷോറിങ്ങിനെ നമുക്ക് ഫ്ലൈയിങ് ഷോറിംഗ് എന്ന് പറയാൻ പറ്റും. പിന്നെ വെർട്ടിക്കൽ ഷോറിങ്ങിനെ ഡെഡ് ഷോസ് എന്നും പറയാറുണ്ട്. ഡെഡ് ഷോർ എന്നും പറയാറുണ്ട്. അപ്പോൾ അതർ നെയിംസും ഇപ്പം എന്തുവാണ്, ഇപ്പോൾ ഈ ക്വസ്റ്റിന് പകരമായിട്ട് നമുക്ക് എന്താണ് ഇപ്പം ഡെഡ് ഷോർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഷോറിങ്ങിനെയാണെന്ന് ചോദിക്കാം. അപ്പോൾ അതർ നെയിംസും കൂടെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ റേക്കിംഗ് ഷോറിങ്ങിൽ നിന്നുള്ളതാണ്. ഇൻക്ലൈൻഡ് ഷോറിങ്ങിനകത്ത് നമ്മൾ കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചേഴ്സിനെ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മെമ്പർ വെച്ചിട്ടായിരിക്കും. ആ ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് റേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടാണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഇൻക്ലിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടലുമായിട്ട് ഈ ഇൻക്ലൈൻഡ് മെമ്പർ ആയിട്ടുള്ള റേക്കേഴ്സ് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
45 ഡിഗ്രി ടു 75 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഈ ഇംഗ്ലണ്ട് എന്താണ് ഷോറിങ്ങിനകത്ത് റേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറുമായിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രി ടു 75 ഡിഗ്രിയാണ്. പിന്നെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ട് എന്താണ് സ്ട്രക്ചേഴ്സിന് ഇടയ്ക്കായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷോറിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഒരു സ്ട്രക്ചറിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ എന്തെങ്കിലും റെനോവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഡെഡ് ഷോസ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ഷോറിങ്ങിനകത്ത് വെർട്ടിക്കൽ മെമ്പറും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ മെമ്പറും ഉണ്ട്. വെർട്ടിക്കൽ ഷോറിങ്ങിനകത്ത് വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡെഡ് ഷോസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പറിനെ പറയുന്ന പേരാണ് നീഡിൽ എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? റേക്കിംഗ് ഷോറിനകത്ത് റേക്കേഴ്സിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രി ടു 75 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ ബിൽഡിങ്സ്? ബിൽഡിങ്സിനകത്ത് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി DDT, ഓപ്ഷൻ സി ക്ലോർപൈറിഫോസ്, ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമ്മൾ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത് ഏതാണ്? ക്ലോർപൈറിഫോസ് ആണ്. ഓക്കെ, ലിൻഡെയിൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ ആൻറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഈ ഓപ്ഷൻസിനകത്തുള്ളത് ക്ലോർപൈറിഫോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the projections which help in securing the head of a door frame to the masonry are called. നമ്മുടെ ഡോറിനകത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The projection which help in securing the head of a door frame to the masonry. മേസണറിക്കകത്തേക്ക് നമ്മുടെ ഈ ഒരു ഡോർ ഫ്രെയിമിനെ എന്താണ് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്യുക ആ ഫ്രെയിമിനകത്ത്. അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഹോൺസ്, സ്റ്റോപ്പ്, റിവീൽ, സ്റ്റൈൽ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഫിഗറിനകത്തൊന്ന് നോക്കാം. ഇതാണ്ട് നമ്മുടെ ഫ്രെയിമിനെ നമ്മുടെ മേസണറിക്ക് അകത്തേക്ക് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഫ്രെയിമിനകത്ത്, ഇതാണ് ഒരു ഡോറിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്, ആ ഫ്രെയിമിനകത്ത് കൊടുക്കുന്ന പ്രൊജക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഹോൺ എന്ന് പറയുന്നത്. ഇത് എത്രയാണ് കൊടുക്കുന്നത്? ഒരു 100 to 150 mm വരെയൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു ഡോറിൻ്റെ എന്തെന്ന് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഷട്ടർ എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിനകത്ത് ഉള്ള കമ്പോണൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രെയിമിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേരാണ് ഹെഡ്. ഓക്കെ, ബോട്ടത്തിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേരാണ് സില്ല്. ഇനി ഇതിൻ്റെ വേർട്ടിക്കലായിട്ടുള്ള മെമ്പറിനെ പറയുന്ന, ഒരു ഫ്രെയിമിൻ്റെ വേർട്ടിക്കലായിട്ടുള്ള മെമ്പറിനെ പറയുന്ന പേരാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹോണിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രെയിമിനെ നമുക്ക് ഒരു കറക്റ്റ് പൊസിഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡോറിനകത്ത് മാത്രമല്ല, ഇപ്പോൾ വിൻഡോസ് എടുക്കുവാണെങ്കിലും നമ്മൾ ഈ ഹോൾഡ് ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കറക്റ്റ് പൊസിഷനിൽ ഈ ഒരു ഫ്രെയിമിനെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഈ ഹോൾഡ് ഫാസ്റ്റിൻ്റെ എണ്ണം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡോറിനാണെങ്കിലും വിൻഡോയ്ക്കാണെങ്കിലും ഹോൾഡ് ഫാസ്റ്റിന് എത്ര നമ്പേഴ്സ് ഓഫ് ഹോൾഡ് ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ടെന്ന്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഡോർ നമ്മൾ എടുക്കുവാണെങ്കിൽ വൺ സൈഡിൽ നമ്മൾ 3 ഹോൾഡ് ഫാസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വിൻഡോസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു സൈഡിൽ 2 എണ്ണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈച്ച് സൈഡിൽ 3 ആണ് ഡോറിനകത്ത് വരുന്നത്. ഒരു സൈഡിലാണ് 3 എണ്ണം വരുന്നത് ഈച്ച് സൈഡിൽ. അപ്പോൾ 2 സൈഡിലൂടെ നമ്മൾ 6 എണ്ണമാണ് മൊത്തത്തിൽ ഡോറിൻ്റെ ഫ്രെയിമിനകത്ത് ഹോൾഡ് ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വിൻഡോ ആണെങ്കിൽ ഒരു സൈഡിൽ 2 എണ്ണം, അതായത് മൊത്തത്തിൽ നമ്മൾ 4 ഹോൾഡ് ഫാസ്റ്റ് ആണ് വിൻഡോയ്ക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ കാണിച്ചേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഷട്ടർ എന്ന് പറയുന്നത്. ഷട്ടറിനകത്തും പറഞ്ഞ പോലെ മെമ്പേഴ്സ് ഉണ്ട്. ഷട്ടറിനകത്ത് ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, റെയിൽ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്നതാണ് ടോപ്പ് റെയിൽ. ഏറ്റവും ബോട്ടത്തിലുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ബോട്ടം റെയിൽ എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഈ ടോപ്പ് റെയിലിൻ്റെയും ബോട്ടം റെയിലിൻ്റെയും ഇടയ്ക്കുള്ള റെയിലുകളെ പറയുന്നതാണ് ഇന്റർമീഡിയറ്റ് റെയിൽ എന്ന് പറയുന്നത്. ഇനി ലോക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന റെയിലിനെയാണ് നമ്മൾ ലോക്ക് റെയിൽ എന്ന് പറയുന്നത്. ഈ ലോക്ക് റെയിലിൻ്റെയും ടോപ്പ് റെയിലിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഇന്റർമീഡിയറ്റ് റെയിലുകളെ പറയുന്നതാണ് ഫ്രീസ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നുള്ളത് ഈ മുള്ളിയനുണ്ട്.
മുള്ളിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മുള്ളിയൻ ആൻഡ് ട്രാൻസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. മുള്ളിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു എന്താണ് ഷട്ടറിനകത്ത് നമ്മുടെ ഷട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വേർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് മുള്ളിയൻ എന്ന് പറയുന്നത്. ഷട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേരാണ് ട്രാൻസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നുണ്ട് ജാമ്പും റിവീലും മാറി മാറി ചോദിക്കാറുണ്ട്. കൺഫ്യൂസിങ് ആയിട്ട് വരാറുണ്ട് നമുക്ക് ഓപ്ഷൻസ്, ജാമ്പാണോ റിവീലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ജാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ ഒരു ഡോറിനെ കൊണ്ടുവന്ന് എന്താണ് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു വെർട്ടിക്കലായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ പ്രൊജക്റ്റഡ് ഏരിയനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. ജാമ്പിനകത്തേക്ക് ഈ ഡോറിൻ്റെ ഫ്രെയിം വെച്ചതിന് ശേഷം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർഫസിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത്, ഫ്രെയിമും ഷട്ടറും. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരുന്നു, ഹോൺ ആയിരുന്നു. ഓക്കെ, നമ്മുടെ എന്താണ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹോൺ ആയിരുന്നു. നമ്മൾ റിവീല് പറഞ്ഞു. സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷട്ടറിനകത്ത് വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദി ഷട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വിൻഡോ ഈസ് സ്പെസിഫിക്കലി പ്രൊവൈഡഡ് to supply light and air to an enclosed space located just below the roof? Option bay window, dormer window, lowered window, clear story window. അപ്പം നേരത്തെ ഡോറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇനി അടുത്ത് വിൻഡോയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ റൂഫിൻ്റെ തൊട്ട് താഴെയുള്ള എന്താണ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസുകളിലേക്ക് ലൈറ്റും എയറും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വിൻഡോ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് വിൻഡോ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജനറലി റൂഫിന് താഴെയായിട്ട് ഏത് റൂഫാണെന്നും പറഞ്ഞിട്ടില്ല, റൂഫിന് താഴെയായിട്ട്, ഇപ്പം ഫ്ലാറ്റ് റൂഫാണോ പിസ്റ്റ് റൂഫാണോ എന്ന് പറഞ്ഞിട്ടില്ല, റൂഫിന് താഴെയായിട്ടുള്ള എൻക്ലോസ്ഡ് സ്പേസിലേക്ക് ലൈറ്റും എയറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോ എന്ന് പറയുന്നത് ഏതാണ്, ഡോർമർ വിൻഡോയാണ്. അപ്പം നമുക്ക് ഇതും ഫിഗേഴ്സ് വെച്ച് പഠിക്കാം. ഈ ഫിഗർ വെച്ച് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വിൻഡോ ആയാലും അതുപോലെ ഡോറിൻ്റെ എന്താണ് കമ്പോണൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗർ കുറച്ചും കൂടെ മനസ്സിൽ നിൽക്കും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ, ഈ വിൻഡോ ആണ് ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. ഡോർമർ വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു പിച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ലോപ്പിംഗ് റൂഫിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ വിൻഡോ ആണ് എന്തെന്ന് പറയുന്നത്, ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള വിൻഡോ ആണ്, അതായത് ഇങ്ങനെ നിൽക്കുവാണ് അതല്ലേ. ഇതേപോലെ തന്നെ ചോദിക്കാം, ഒരു എന്താണ് സ്ലോപ്പിംഗ് റൂഫിനകത്ത് അല്ലെങ്കിൽ ഒരു പിച്ച്ഡ് റൂഫിനകത്ത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കുക, അതായത് ആ സർഫസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വിൻഡോനെ പറയുന്ന പേരാണ് എന്താ, സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡോർമർ വിൻഡോയും സ്കൈലൈറ്റും കൂടെ മാറിപ്പോരുത്. ഡോർമർ വിൻഡോ എന്താണ്, ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള വിൻഡോ ആണ്, അത് നമ്മൾ പിച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നമ്മുടെ സ്കൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സർഫസിലായിട്ടായിരിക്കും കൊടുക്കുന്നത്, അതായത് ഇങ്ങനെയായിരിക്കും ആ വിൻഡോ ഇരിക്കുന്നത്, ഇതിനോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻസിലുള്ള വിൻഡോസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതാണ് ലോവേർഡ് വിൻഡോ എന്ന് പറയുന്നത്. ലോവേർഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വിൻഡോ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും നമുക്ക് ലൈറ്റിങ്ങും അതുപോലെ എയറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എന്താണ് വായുസഞ്ചാരമൊക്കെ ലഭിക്കുന്ന ടൈപ്പ് ഓഫ് വിൻഡോ ആണ് എന്തെന്ന് പറയുന്നത്, ലോവേർഡ് വിൻഡോ എന്ന് പറയുന്നത്. അത്യാവശ്യം പ്രൈവസിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ലോവേർഡ് വിൻഡോ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, ഇതിങ്ങനെ വിൻഡോ അടച്ചിടുന്ന സമയത്തും ഇതിനകത്തൂടെ നമുക്ക് എന്ത് കിട്ടും, പാസേജ് ഓഫ് ലൈറ്റ് ആൻഡ് എയർ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിസിബിലിറ്റി, അകത്തധികം വിസിബിലിറ്റി ഒന്നും വിസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, പിന്നെ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇതുണ്ടല്ലോ ഈ വുഡൻ മെമ്പേഴ്സിനെയാണ് നമ്മൾ ലോവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലോവേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോവേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്, ഈ ലോവേഴ്സ് നമ്മൾ ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഇതാണ് എന്തെന്ന് പറയുന്നത്, ബേ വിൻഡോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ബേ വിൻഡോ. എന്താണ് ബേ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്റ്റേണലി ഉള്ള വോളിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ബേ വിൻഡോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ വോൾ എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ വോളിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിൻഡോ ആണ് ബേ വിൻഡോ. അപ്പം നമുക്ക് അകത്ത്, നമ്മുടെ റൂമിനകത്ത് ഈ ബേ വിൻഡോയുടെ ആ ഒരു സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനോ അല്ലെങ്കിൽ
എന്താണ് ബുക്സ് വായിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പം കൂടുതലായിട്ടും ഇങ്ങനെ എന്താണ് വീടുകളിലൊക്കെ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ബേ വിൻഡോ. ഇനി ഇതാണ് ക്ലിയർ സ്റ്റോറേജ് വിൻഡോ എന്ന് പറയുന്നത്. ക്ലിയർ സ്റ്റോറേജ് വിൻഡോയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ റൂഫിൻ്റെ പിച്ചറ് റൂഫിൻ്റെയൊക്കെ താഴെയായിട്ട് വരാന്തയിലേക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ക്ലിയർ സ്റ്റോറേജ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് വിൻഡോസ് പറയുന്നത്. ഓപ്ഷൻസിനകത്തുണ്ടായിരുന്ന ബേ വിൻഡോ നോക്കി, ഡോർമർ വിൻഡോ പറഞ്ഞു. ഡോർമർ വിൻഡോ ആണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ലോവേർഡ് വിൻഡോയും പറഞ്ഞു, ക്ലിയർ സ്റ്റോറേജ് വിൻഡോയും പറഞ്ഞു. ബേ വിൻഡോയുടെ പ്രത്യേകത എന്താണ്? എക്സ്റ്റേണൽ വോളിൽ നിന്നും പ്രൊജക്ട് ചെയ്തിരിക്കുന്ന വിൻഡോ ആണ് ബേ വിൻഡോ എന്ന് പറയുന്നത്. Next question. Which type of flooring is made by mixing marble chips with white or colored cement and then polishing the surface for a smooth decorative finish? അപ്പോൾ ഫ്ലോറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. മൊസൈക് ഫ്ലോറിംഗ്, മാർബിൾ സ്ലാബ് ഫ്ലോറിംഗ്, കോൺക്രീറ്റ് ഫ്ലോറിംഗ്, ടെറാസോ ഫ്ലോറിംഗ്. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ മാർബിൾ ചിപ്സിനെ കളേർഡ് സിമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് ലേ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പോളിഷ് കൊടുക്കുകയാണ്. പോളിഷ് ചെയ്ത് സ്മൂത്തൻ ചെയ്ത് എടുക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ടെറാസോ ഫ്ലോറിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഈ ടെറാസോ ഫ്ലോറിങ്ങും മൊസൈക് ഫ്ലോറിങ്ങും കൂടെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ടെറാസോ ഫ്ലോറിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിനെ പോളിഷ് ചെയ്തിട്ട് ആ സർഫസിനെ നമ്മൾ എന്താണ് സ്മൂത്ത് ആൻഡ് ഡെക്കറേറ്റീവ് ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടെറാസോ ഫ്ലോറിങ്ങിനകത്ത് നമ്മൾ പോളിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കാർബറണ്ടം സ്റ്റോൺ ആണ്. ഓക്കെ, അതേസമയം നമ്മൾ മൊസൈക് ഫ്ലോറിംഗ് എന്ന് പറയുമ്പോഴും അതിനകത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കളേർഡ് ആയിട്ടുള്ള മാർബിൾ ചിപ്സുകളെയൊക്കെ ഡിഫറെൻറ്റ് പാറ്റേൺസിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യുന്നതാണ് മൊസൈക് ഫ്ലോറിംഗ്. അല്ലെങ്കിൽ ഒരു എന്താണ് 4 to 6 mm സൈസിൽ എന്താണ് മാർബിൾ ചിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലോർ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് മൊസൈക് ഫ്ലോറിംഗ് എന്ന് പറയാൻ പറ്റും. മൊസൈക് ഫ്ലോറിങ്ങിനകത്ത് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യൂമിക് സ്റ്റോൺ ആണ്. ഓക്കെ, മാറിപ്പോകരുത്, പ്യൂമിക് സ്റ്റോൺ ആണ്. ഈ കാർബറണ്ടം സ്റ്റോൺ എന്ന് പറയുന്നത് ടെറാസോ ഫ്ലോറിങ്ങിന് മാത്രമല്ല, നമ്മൾ മാർബിളിനകത്തും എന്താണ് ഈ കാർബറണ്ടം സ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് എന്താണ് മാർബിൾ സ്ലാബ് ഫ്ലോറിംഗ് ഉണ്ട്, കോൺക്രീറ്റ് ഫ്ലോറിംഗ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ടെറാസോ ഫ്ലോറിംഗ് ആണ്. മാർബിൾ ചിപ്സിനെ വൈറ്റ് അല്ലെങ്കിൽ കളേർഡ് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എന്താണ് പോളിഷിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ഫിനിഷ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of truss commonly used for span varying from 5 to 9 meter is option A queen post truss, king post truss, mansard truss, composite truss. അപ്പം എന്താണ് നമ്മുടെ റൂഫിനകത്ത് നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഒരു 5 to 9 meter സ്പാനിന് വേണ്ടിയിട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് ഈ ഒരു സ്പാനിന് വേണ്ടിയിട്ട് ജനറലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രസ്സാണ് കിങ് പോസ്റ്റ് ട്രസ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 5 to 9 meter സ്പാനിന് യൂസ് ചെയ്യുന്ന ട്രസ് എന്ന് പറയുന്നത് ഏതാണ്? കിങ് പോസ്റ്റ് ട്രസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കിങ് പോസ്റ്റ് ട്രസ് ആണ്. അപ്പം നമുക്ക് ഈ കിങ് പോസ്റ്റ് ട്രസ് എന്താണെന്ന് നോക്കാം. ഇതാണ് കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു വെർട്ടിക്കൽ മെമ്പർ സെൻട്രലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒറ്റ വെർട്ടിക്കൽ മെമ്പറേ ഉള്ളൂ. 2 വെർട്ടിക്കൽ മെമ്പർ വരുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിങ് പോസ്റ്റ് ട്രസ്സിനകത്ത് ഇതിൻ്റെ സ്പാൻ എത്രയാണ്? 5 to 8 എന്നും 5 to 9 എന്നും പറയാറുണ്ട്. 5 to 8 മീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ സ്പാൻ വേരി ചെയ്യുന്നത്. ഈ കിങ് പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നതാണ് ഈ ടൈ ബീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഇൻക്ലൈൻഡ് മെമ്പർ ആണ് ഏതെന്ന് പറയുന്നത്? സ്ട്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പാൻ ഉണ്ട്. സ്പാൻ എത്രയായിരുന്നു? 5 to 8 മീറ്റർ ആണ് ഇതിൻ്റെ സ്പാൻ വരുന്നത്. പിന്നെന്താണ് കിങ് പോസ്റ്റ് ട്രസ് ആണ് ഈ ടൈ ബീമിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. പിന്നെ എന്താണ് റാഫ്റ്ററിനെയും ഈ ഒരു ടൈ ബീമിനെയും കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ഇൻക്ലൈൻഡ് മെമ്പർ ആണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. പിന്നെ കിങ് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു ടെൻഷൻ മെമ്പറാണ് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക. ഇവിടുത്തെ കിങ് പോസ്റ്റ് അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ മെമ്പറായിട്ടുള്ള കിങ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ടെൻഷൻ മെമ്പറാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കിങ് പോസ്റ്റ് ട്രസ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്തയാണ് ക്യൂൻ പോസ്റ്റ് ട്രസ്. ക്യൂൻ പോസ്റ്റ് ട്രസ് ഇവിടെ നമുക്ക് നോക്കാം. ഒരു എന്താണ് 8 to 12 മീറ്റർ സ്പാനൊക്കെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ക്യൂൻ പോസ്റ്റ് ട്രസ് ആണ്. ക്യൂൻ പോസ്റ്റിനകത്ത് 2 വെർട്ടിക്കൽ മെമ്പർ ആണുള്ളത്.
ആ മെമ്പേഴ്സിനെയാണ് നമ്മൾ ക്യൂ ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത്. ഒന്നിത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ടൈ ബീം ഉണ്ട്. പക്ഷേ ഈ രണ്ട് വെർട്ടിക്കൽ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ടോപ്പിൽ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേര് എന്താണ്? സ്ട്രെയിനിങ് ബീം എന്നാണ്. ബോട്ടത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേര് സ്ട്രെയിനിങ് സിൽ എന്നാണ്. അപ്പോൾ രണ്ട് വെർട്ടിക്കൽ പോസ്റ്റ് ആണുള്ളത്, അതിനെയാണ് ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് ടോപ്പിൽ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ നമുക്ക് സ്ട്രെയിനിങ് ബീം എന്ന് പറയാം. ബോട്ടത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ എന്താണ് പറയുന്നത്? സ്ട്രെയിനിങ് സിൽ എന്നാണ് പറയുന്നത്. എത്ര മീറ്റർ സ്പാനിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? 8 to 12 മീറ്റർ സ്പാനിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് കുറച്ച് പെർലിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു ഓപ്ഷനകത്തുള്ളത്? ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. അടുത്ത മാൻസാ ഡ്രസ് ഉണ്ട്. മാൻസാ ഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ക്യൂൻ പോസ്റ്റ് ഡ്രസ്സിൻ്റെയും കിങ് പോസ്റ്റ് ഡ്രസ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് മാൻസാ ഡ്രസ് എന്ന് പറയുന്നത്. അതായത് മാൻസാ ഡ്രസ്സിനകത്ത് അപ്പർ പോർഷനിൽ എന്താണ്? കിങ് പോസ്റ്റ് ഡ്രസ് ആയിരിക്കും വരുന്നത്, ലോവർ പോർഷനിൽ ക്യൂൻ പോസ്റ്റ് ഡ്രസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഇൻക്ലിനേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അപ്പർ പിച്ചും ലോവർ പിച്ചും രണ്ടും ഡിഫറെൻ്റ് ആണ്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. മാൻസാ ഡ്രസ്സിനകത്ത് വരുന്ന അപ്പർ പിച്ച് എന്ന് പറയുന്നത്, അപ്പർ പിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പർ പോർഷനിൽ ഏതാണ് വരുന്നത്? കിങ് പോസ്റ്റ് ഡ്രസ് ആണ് വരുന്നത്. അപ്പർ പിച്ച് എന്ന് പറയുന്നത് ഒരു 30 to 40 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ലോവർ പിച്ച് എന്ന് പറയുന്നത് 60 to 70 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കാം. പിന്നെ കോമ്പോസിറ്റ് ഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോമ്പിനേഷൻസിൽ വരുന്നതിനെയാണ് കോമ്പോസിറ്റ് ഡ്രസ് എന്ന് പറയുന്നത്. 1-2 ഡ്രസ്സുകളുടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതിനെയാണ് കോമ്പോസിറ്റ് ഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The uppermost horizontal structural member supporting the common rafter in a sloped roof is called. അപ്പം നമ്മുടെ റൂഫിനകത്ത് നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പർ മോസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ഏതാണ്? റിഡ്ജ് ബോർഡ് ആണ്. പെർലിൻ എന്ന് പറയുന്നതും ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ആണ്. പക്ഷെ അപ്പർ മോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫിഗറിനകത്ത് നോക്കാം. ഇതാണ് നമ്മുടെ റൂഫിൻ്റെ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എപ്പെക്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡാണ് റിഡ്ജ് ബോർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് റിഡ്ജ് ബീം എന്നോ റിഡ്ജ് പീസ് എന്നോ ഒക്കെ പറയാം. ഓക്കെ, ഇനി ഈ ഓപ്ഷൻസിനകത്ത് തന്നെ ഈവ്സ് ചോദിച്ചിട്ടുണ്ട്. ഈവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോവർ എൻഡ് ഓഫ് എ റൂഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈവ്സ് എന്ന് പറയുന്നത്. ലോവർ എൻഡിനെയാണ് ഈവ്സ് എന്ന് പറയുന്നത്. പെർലിൻസ് അറിയാലോ, നമ്മൾ കോമൺ റാഫ്റ്റേഴ്സ് പ്രിൻസിപ്പൽ റാഫ്റ്റർ പ്രൊവൈഡ് ചെയ്യും. പ്രിൻസിപ്പൽ റാഫ്റ്ററിനകത്ത് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ആണ് പെർലിൻസ് എന്ന് പറയുന്നത്. ഈ പെർലിൻസ് എന്താണ്? സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മെമ്പറിനകത്തേക്ക് നമ്മളൊരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും സ്ലൈഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? വുഡൻ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈവ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ലോവർ എഡ്ജിനെയാണ് ഈവ്സ്. ലോവർ എഡ്ജ് ഓഫ് എ പിസ്റ്റർ റൂഫാണ് ഈവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the habitable space on the roof of the building with or without toilet facilities? അപ്പം നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫിനകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കാതിരിക്കാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റബിൾ സ്പേസിനെ എന്താണ് പറയുന്നത്? അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഹാബിറ്റബിൾ സ്പേസിനെ പറയുന്ന പേരാണ് ബർസാറ്റി. ബാക്കി ടേംസും കൂടെ നമുക്ക് നോക്കാം. അലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഒരു പാസേജിനെയാണ് നമ്മൾ അലൈ എന്ന് പറയുന്നത്. ഒരു ഇടവഴി എന്നൊക്കെ പറയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ റോസ് ഓഫ് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു നാരോ പാസേജിനെ പറയുന്ന പേരാണ് അലൈ എന്ന് പറയുന്നത്. ബാൽക്കണി എന്താണ്? ബാൽക്കണി നമുക്കറിയാം, നമ്മൾ എലിവേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊജക്ഷനാണ് ബാൽക്കണി എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ വോളിൽ നിന്നും എലിവേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊജക്ഷനാണ് ബാൽക്കണി. അതിന് നമ്മൾ എന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറും കൂടെ കൊടുക്കാറുണ്ട് അല്ലേ? ഹാൻഡ് റെയിൽ അല്ലെങ്കിൽ പാരപ്പറ്റ് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറും കൂടെ കൊടുക്കാറുണ്ട്. നമുക്കൊരു എന്താണ് എസ്തെറ്റിക് വ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു വ്യൂ എന്താണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാൽക്കണി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ക്യാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു നോൺ റെസിഡൻഷ്യൽ എൻക്ലോഷറാണ് ക്യാബിൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള പാർട്ടീഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ക്യാബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഒരു ഹാബിറ്റബിൾ സ്പേസ് വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ഹാബിറ്റബിൾ സ്പേസ് ഓഫ് ദ റൂഫിനെയാണ് എന്തെന്ന് പറയുന്നത്? ബർസാറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി ടോപ്പിക്സും വേറെ സബ്ജക്ട്സുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്